ഓപ്പൺ ഔട്ടിൻ്റെ മറ്റൊരു IT വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SSLC IT പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രാക്ടിക്കൽ വിഭാഗത്തിലെ ചോദ്യങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ടും എങ്ങനെയാണ് ലഭിക്കുന്നത്, ആ പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, ചോദ്യം ഇവിടെ നൽകിയിട്ടുണ്ട്, പ്രോഗ്രാം നൽകിയിട്ടുണ്ട്, അതിൻ്റെ ഔട്ട്പുട്ടും ഇവിടെ നൽകിയിരിക്കുന്നു. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിച്ച ശേഷം ഇതേ പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട് 2 ലഭിക്കുന്നതിനുള്ള പ്രോഗ്രാമായി മാറ്റി എഴുതുക. മാറ്റം വരുത്തിയ ഫയൽ ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _question നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. ഓക്കെ, ഒരു പൈത്തൺ പ്രോഗ്രാമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിനാവശ്യമായ പ്രോഗ്രാം തന്നിട്ടുണ്ട്, ഔട്ട്പുട്ടിൻ്റെ മോഡൽ നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് അതിനെ പ്രവർത്തിപ്പിക്കണം. ഓക്കെ, എങ്ങനെയാണ് ഒരു പൈത്തൺ പ്രോഗ്രാം ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് പൈത്തൺ പ്രോഗ്രാം സോഫ്റ്റ്വെയർ തുറക്കണം. അതിനുവേണ്ടി ആപ്ലിക്കേഷൻ മെനുവിലെ പ്രോഗ്രാമിംഗ് സെക്ഷനിലെ IDLE എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മളിവിടെ പൈത്തൺ പ്രോഗ്രാമിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ക്രമം നിങ്ങൾ പഠിച്ചു വെക്കണം. ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് IDLE. ഓക്കെ, ഇങ്ങനെയാണ് പൈത്തൺ പ്രോഗ്രാമിൻ്റെ വിൻഡോ തുറന്നു വരിക. നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു വിൻഡോയിലല്ല നമുക്ക് തന്നിട്ടുള്ള പ്രോഗ്രാമുകൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു പുതിയ വിൻഡോ തുറന്ന് അതിനകത്താണ് നമ്മൾ പൈത്തൺ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ വിൻഡോയിലല്ല, ഒരു പുതിയ വിൻഡോ നമ്മൾ ഓപ്പൺ ചെയ്യണം. അതിനുവേണ്ടി ഫയൽ മെനുവിലെ ന്യൂ ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു പുതിയൊരു ബ്ലാങ്ക് വിൻഡോ ലഭിക്കും. ഇവിടെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് നമുക്ക് ചെയ്യേണ്ട പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് ഇതേപോലെയുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെയുള്ള പ്രോഗ്രാമുകൾ ശ്രദ്ധിക്കുക, ഏതൊക്കെയാണ് തന്നിട്ടുള്ളത് അത് അതേപോലെ അതിലുള്ള ചിഹ്നങ്ങളൊന്നും വിട്ടുപോവാതെ അതേപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ നമ്മൾ ടൈപ്പ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് കമാൻഡ് കൊടുക്കുകയാണ് അല്ലേ. പൈത്തൺ പ്രോഗ്രാമിൽ ഫസ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. ഫസ്റ്റ് കമാൻഡായിട്ട് നമ്മൾ പറയുന്നതാണ് ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. ഇവിടെ നിങ്ങൾ രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അക്ഷരത്തെറ്റുകളും അതേപോലെ അവയുടെ സ്ഥാനവും കൃത്യമായിരിക്കണം. അക്ഷരത്തെറ്റുകൾ ഇല്ലാതെ കൃത്യസ്ഥാനത്തായിരിക്കണം നമ്മൾ ഓരോ കമാൻഡുകളും നൽകേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കമാൻഡ് നിങ്ങൾ ശ്രദ്ധിക്കുക, തിയറി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പൈത്തൺ പ്രോഗ്രാമിൽ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഒരു പ്രോഗ്രാമിൽ ശരിയായത് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ എന്നുള്ളതാണ് നമ്മളത് ശരിയായിട്ട് ആദ്യം കൊടുക്കുന്ന പ്രോഗ്രാം. അപ്പോൾ ഇവിടെ സ്റ്റാർ എന്ന് ടൈപ്പ് ചെയ്യുന്ന പല കുട്ടികൾക്കും സംശയം പറയാറുണ്ട്. ഷിഫ്റ്റ് കീ അമർത്തിക്കൊണ്ട് കീബോർഡിലെ 8 എന്ന ഡിജിറ്റ് അത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സ്റ്റാർ എന്നുള്ള സിമ്പിൾ കിട്ടും. ഓക്കെ, തൊട്ടടുത്ത വരിയിലേക്ക് വരുന്നതിന് വേണ്ടി നമുക്ക് കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്ത് നമുക്ക് തൊട്ടടുത്ത വരിയിലേക്ക് വരാം. അതിനുശേഷം നമ്മൾ അടുത്ത കമാൻഡ് ടൈപ്പ് ചെയ്യുന്നു. ഫോർ I ഇൻ റേഞ്ച് ബ്രാക്കറ്റിനകത്ത് 45 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു കോളൻ അല്ലെ, 2 കുത്തുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ചിഹ്നങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമുക്ക് കോളൻ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഷിഫ്റ്റ് കീ അമർത്തിക്കൊണ്ട് കോളൻ സെമി കോളൻ നൽകിയിട്ടുള്ള ആ ഒരു കീബോർഡിലെ L എന്നുള്ളതിന് വലത് ഭാഗത്ത് കാണുന്ന ആ ഒരു കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ചിഹ്നം നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അതിനുശേഷം നമ്മൾ അടുത്ത കമാൻഡിലേക്ക് ശ്രദ്ധിക്കുക. ഇഫ് എന്ന് പറയുന്നത് ഫോർ എന്നുള്ള പ്രോഗ്രാമിന് ഉള്ളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എൻ്റർ കീ അടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കേഴ്സർ വന്നിരിക്കുന്നത് അതേപോലെ ആ പ്രോഗ്രാമിന് ഉള്ളിലായിട്ടാണ്. ഈ ഒരു സ്പേസ് നമ്മൾ എല്ലാ പ്രോഗ്രാമിലും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഓക്കെ, അടുത്ത് ചെയ്യുന്നു. ഇഫ് ബ്രാക്കറ്റിനകത്ത് I കീബോർഡിലെ 5 എന്നുള്ളത് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ % കാണാൻ കഴിയും. ഓക്കെ, 2 = 0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് വീണ്ടും കോളൻ ടൈപ്പ് ചെയ്യുന്നു. ഇത്തരത്തിൽ നിങ്ങൾ ഓരോ പ്രോഗ്രാമുകൾ ടൈപ്പ് ചെയ്യുക. ഓക്കെ, തൊട്ടടുത്ത വരിയിലേക്ക് വരുന്നു. ഇഫ് എന്നതിന് ഉള്ളിലായിട്ടാണ് കളർ എന്നുള്ളത് കൊടുക്കുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കളർ എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് ആണ്. COLOR എന്നുള്ളതാണ് നമ്മൾ പൈത്തൺ പ്രോഗ്രാമിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കളർ എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ്. അതേപോലെ കളർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ബ്രാക്കറ്റിനകത്ത് ഡബിൾ ഇൻവെർട്ടഡ് കോമയിലാണ് നമ്മൾ ആവശ്യമായിട്ടുള്ള കളറുകളെ ഡിഫൈൻ ചെയ്യുന്നത്. ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ എൻ്റർ കീ അടിച്ച് അടുത്ത വരിയിലേക്ക് വരുന്നു. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എൽസ് എന്ന് പറയുന്ന അടുത്ത കമാൻഡ്, അടുത്ത പ്രോഗ്രാം എവിടെയാണ് വരുന്നത്?
ഇഫ് എന്നതിന് നേരെയാണ് വരുന്നത്. നമ്മുടെ കേഴ്സർ നിൽക്കുന്നത് കളർ എന്നുള്ളതിന് ആ ഭാഗത്താണ്. അപ്പോൾ അവിടെ ബാക്ക് സ്പേസ് എന്നുള്ള കീ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റെപ്പ് പിറകിലേക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, ബാക്ക് സ്പേസ് അടിക്കുന്നു. ഇപ്പോൾ കേഴ്സർ നിൽക്കുന്നത് ഇഫ് എന്നുള്ളതിന് നേരെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇനി നമ്മൾ ബാക്കി കമാൻഡ് ടൈപ്പ് ചെയ്യുന്നു, എൽസ് കോളൻ, അടുത്ത വരിയിലേക്ക് വരുന്നു, അടുത്ത കളർ എന്നത് ഡിഫൈൻ ചെയ്യുന്നു, ബ്രാക്കറ്റിനകത്ത് ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ രണ്ടാമത്തെ കളർ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അടുത്ത വരിയിലേക്ക് വരുന്നതിന് വേണ്ടി വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്യുന്നു അല്ലേ. ഇവിടെയല്ല ടൈപ്പ് ചെയ്യേണ്ടത്, എൽസ് എന്നുള്ളതിന് നേരെയാണ് പെൻ സൈസ് എന്നുള്ളത് അടുത്തത് ഡിഫൈൻ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് സ്പേസ് അടിച്ച് ആ എൽസ് എന്നുള്ളതിന് നേരെ വരുന്നു. അടുത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു പെൻ സൈസ്. എത്രയാണ് ആ വരയ്ക്കുന്ന വരകളുടെ കട്ടി എന്ന് സൂചിപ്പിക്കുന്നതിനാണ് വേണ്ടിയാണ് പെൻ സൈസ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ 5 എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ പെൻ സൈസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു അല്ലേ. മാതൃക നോക്കി അതേപോലെ ടൈപ്പ് ചെയ്താൽ മതി. അടുത്ത വരിയിലേക്ക് വരുന്നു, ഫോർവേഡ് ബ്രാക്കറ്റിനകത്ത് I + 60 60 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത വരിയിലേക്ക് വരുന്നു, വീണ്ടും ലെഫ്റ്റ് ബ്രാക്കറ്റിൽ 59 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. എൻ്റർ അടിച്ചു. ഇവിടെ അല്ലേ ലാസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഫോർവേഡ് എന്ന് പറയുന്നത് എവിടെയാണുള്ളത്, ഫ്രം ടേട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ, അതേപോലെ 4 in range എന്നൊക്കെ പറയുന്ന അതേ വരിയിലാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നു, ബാക്ക് സ്പേസ് ഉപയോഗിച്ച് ഒരു സ്റ്റെപ്പ് പിറകിലേക്ക് വന്ന് വീണ്ടും നമ്മൾ അടുത്ത ഫോർവേഡ് എന്നുള്ള കമാൻഡ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വന്നിട്ടെങ്കിൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതിൽ മാറ്റം വരുത്തി വീണ്ടും റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്ത ഒരു പ്രോഗ്രാമിനെ നമ്മൾ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് പോലെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിനെ സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ വേണ്ടി ഫയൽ മെനുവിലെ സേവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് സേവ് അല്ലെങ്കിൽ സേവ് ആസ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. എവിടെയാണ് സേവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ഹോമിലെ എക്സാം10 ഫോൾഡറിനകത്താണ് നമ്മൾ സേവ് ചെയ്യുന്നത്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എത്രയാണോ ആ നമ്പർ കൊടുത്ത് അണ്ടർസ്കോർ ഉപയോഗിച്ച് ചോദ്യ നമ്പർ നിങ്ങൾ അവിടെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന പ്രോഗ്രാമിനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇതിനെ പ്രവർത്തിപ്പിക്കണം അല്ലേ. റൺ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, റൺ മെനുവിലെ റൺ മൊഡ്യൂൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, റൺ മെനുവിലെ റൺ മൊഡ്യൂൾ അല്ലെങ്കിൽ F5 എന്ന് പറയുന്ന കീ ഉപയോഗിച്ച് നമ്മൾ ഈ പ്രോഗ്രാമിനെ റൺ ചെയ്യുന്നു. ഇങ്ങനെ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, ആദ്യത്തെ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. അതായത് തന്നിരിക്കുന്ന പ്രോഗ്രാം അനുസരിച്ചുള്ള ആദ്യത്തെ ഔട്ട്പുട്ട് നമുക്ക് ഒരു പുതിയ ടേർട്ടിൽ ഗ്രാഫിക്സ് ആയിട്ട് ലഭിക്കും. ഇനി നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്ന രീതിയിൽ പ്രോഗ്രാമിൽ മാറ്റം വരുത്തണം അല്ലേ. രണ്ടാമത്തെ പ്രോഗ്രാമിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, ബ്ലൂ എന്ന കളറിന് പകരം അവിടെ യെല്ലോ എന്ന കളർ വന്നിട്ടുണ്ട്. അതേപോലെ പേർപ്പിൾ എന്ന് പറയുന്ന കളറിന് പകരം അവിടെ ബ്ലാക്ക് കളറാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു പ്രോഗ്രാമിനകത്ത് 2 കളറുകൾ മാത്രം മാറ്റിയാൽ മതി അല്ലേ. അപ്പോൾ ബ്ലൂ എന്നുള്ളത് മാറ്റി അവിടെ പകരം നമ്മൾ യെല്ലോ എന്ന കളർ ടൈപ്പ് ചെയ്യുന്നു അല്ലേ. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഈ ഒരു ഇൻവെർട്ടഡ് കോമ ഒരിക്കലും മിസ്സാവാൻ പാടില്ല. ഓക്കെ, രണ്ടാമത്തെ പേർപ്പിൾ എന്നുള്ള കളർ മാറ്റി നമ്മൾ അവിടെ കൊടുക്കുന്നു ബ്ലാക്ക് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ 2 കളറുകളും നമ്മൾ നൽകിയതിന് ശേഷം ഇത്ര മാത്രമേ ടൈപ്പ് ചെയ്യേണ്ടതുള്ളൂ അല്ലേ. അങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും റൺ മെനുവിലെ റൺ മൊഡ്യൂൾ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. സോഴ്സ് മസ്റ്റ് ബി സേവ്ഡ്, ഈ പ്രവർത്തനം സേവ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ അവിടെ ഓക്കെ എന്നുള്ളതിൽ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കും. ഇത്ര മാത്രമാണ് പ്രവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ 2 പ്രവർത്തനങ്ങളാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം വരുന്ന സമയത്ത് ചെയ്യാനുണ്ടാവുക. അതായത് ആദ്യത്തെ ഔട്ട്പുട്ട് ലഭിക്കണം, അതിനുവേണ്ടി കൃത്യമായി പ്രോഗ്രാം കൃത്യമായ രീതിയിൽ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ആവശ്യമായ മാറ്റം, എന്ത് മാറ്റമാണോ ഉള്ളത് ആ മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം വീണ്ടും റൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് മനസ്സിലായി. ഇതേപോലെ തന്നെയാണ് പൈത്തണിലെ ഏത് ചോദ്യവും നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവുക. അപ്പോൾ ഔട്ട്പുട്ട് 1, 2 തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി ആ ചെറിയ മാറ്റങ്ങൾ മാത്രം നിങ്ങൾ വരുത്തിയാൽ മതി. ഓക്കെ.